ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിഖില വിമൽ, അതാണ് വിഷയം. ഞാൻ കഥ ഇന്നുവരെ എന്ന മൂവി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിഖില വിമൽ പറന്ന് നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ എവിടെ തുറന്നു കഴിഞ്ഞാലും നിഖില വിമൽ ഇൻ്റർവ്യൂ, നിഖില വിമൽ ടക്ക്, ഇതാണ് പരിപാടി. അതിനിടെ ഫിലിം ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ ചാനലിൽ ഒരു പുതിയ ആങ്കർ ആ പയ്യന് കൊടുത്ത ഇൻ്റർവ്യൂ വളരെ ചർച്ചയായി. അതാണ് ഇപ്പോൾ വിഷയമായത്. അതിൽ നിഖില വിമൽ കൊടുത്ത മറുപടികൾ, ഒരു ചിരി, അതൊക്കെ ആ ആങ്കറിനെ പരിഹസിക്കുന്നതായിട്ട്, നിഖില വിമലിന് അഹങ്കാരം ഉള്ളതായിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് തോന്നി. പക്ഷേ ആ ഒരു വീഡിയോ ഫുള്ള് കാണാതെയാണ് പലരും പല രീതിയിലും കമൻ്റ് ഇട്ട് പോയത്. നമ്മുടെ സൊസൈറ്റിൻ്റെ പ്രശ്നം ഇതാണ്. കാള പെറ്റുമെന്ന് കേട്ട ഉടനെ കയറും എടുക്കും, ചിലപ്പോൾ കൊടുവാളും എടുക്കും. അങ്ങനത്തെ ടീംസാണ്. നിഖില വിമൽ പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ് അത് വേറൊരു ലെവലാണ്. മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കയറി കൊണ അടിക്കുന്ന കുറച്ച് കീടങ്ങളുണ്ട്, കുറച്ച് വെടലകളുണ്ട്. അവർക്കൊന്നും അത് ദഹിക്കില്ല. അവർക്കൊക്കെ എന്താ വേണ്ടേ? കുറച്ച് ക്യൂട്ട്നെസ് വാരി ഈ ഇൻ്റർവ്യൂസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എളിമയോടെ മറുപടി കൊടുക്കുന്ന സ്ത്രീകളാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതാണോ നിങ്ങൾക്ക് ഇഷ്ടം? പിന്നെ കുറച്ച് പുരുഷ സമൂഹം ഉണ്ടാവും, അവർക്കൊന്നും ഈ ഒരു പെണ്ണ് ഇങ്ങനെ ഇത്രയും തഗ് ബോൾഡായിട്ട് സംസാരിക്കുന്ന അവർക്കും ദഹിക്കില്ല. അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പിന്നെ കുറച്ച് സ്ത്രീകളുണ്ടാവും, ഇവളെങ്ങനെ വിട്ടാൽ പറ്റൂല, ഇവളങ്ങെത്തും, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് പൊട്ടും കുരു. അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? ഇന്റർവ്യൂ ഉണ്ട്, എല്ലാവരും റിയാക്ട് ചെയ്തതിന് ഞാൻ ചെറിയൊരു സീൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ആ സീന് കാണിക്കാം. പത്ത് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നിനക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ലേ? എന്ത് ചെയ്യും? 10 മണിക്കൂർ ഞാൻ 10 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. എന്നാ പൊക്കോ, കാര്യമില്ല. നീ ഒറ്റയ്ക്കല്ലേ? നീ ഒറ്റയ്ക്ക് സിനിമ കണ്ടിട്ട് നീ ഒരു റീൽ ഇടണം. നീ ഒറ്റയ്ക്കാണ് കണ്ടത് എന്നിട്ട് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പം 4 പേരാണുള്ളത്. അനു മോഹൻ, മേതിൽ ദേവിക മാം, നിഖില വിമൽ, ഹക്കിം ഷാ. വെൽക്കം. താങ്ക് യു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, കഥ ഇന്ന് വരെ പേര് മാറ്റണം. നാളെ എന്ത് കഥ? ഇന്ന് നാളത്തെ ഇന്ന് വരെ ഉള്ളൂ. ഇതാണ് ആ ഇന്റർവ്യൂ. അത് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ആങ്കറും അവിടെ ഇരിക്കുന്ന സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, അവരും തമ്മിൽ ഒരു കണക്ഷൻ, ഒരു കൂട്ടുകെട്ട്, ഇത് വളരെ എന്റർടൈൻമെന്റ് ആൻഡ് ഫണ്ണാക്കാനുള്ള ഒരു നീക്കമാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? ഇതാണ് എടുത്തിട്ട് നിഖില വിമൽ കാലുമ കാല് വെച്ചു, അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്. ഈ നിഖില എന്ന് പറയുന്ന അവൾ എന്തിനാ ഇത്ര അഹങ്കാരം കാണിക്കുന്നത്, ഇവൾ അതിന് അത്ര വലിയ നടിയാണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിഖില വിമൽ ഒരു ഇന്റർവ്യൂവിന് പോണ സമയത്ത് ആ ഇന്റർവ്യൂവർ ആരാണോ, ആ ആങ്കർ ആരാണോ, ആ ആങ്കറുമായിട്ട് മുൻപേ ഒരു കൂട്ടുകെട്ട് നിഖില വിമൽ ഉണ്ടാക്കും. ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ടോക്ക്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി എടുത്തതിന് ശേഷം ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ആ ആങ്കർ ചോദിക്കുമ്പോൾ ഞാൻ ഇന്നേ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഓക്കെ ആണ് എന്നുള്ളൊരു ഐഡിയ നിഖില വിമലിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടെടുത്തോളാം. അത് നിഖില വിമൽ പറഞ്ഞിട്ടുണ്ട്. ഇന്റർവ്യൂ എടുക്കാൻ വരുന്നവരൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, നമുക്ക് മുൻപേ പരിചയമുള്ള ആൾക്കാരാണ്. ഇനി മുൻപ് പരിചയമുള്ള ആൾക്കാരല്ലെങ്കിലും നമ്മൾ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കും. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക്, എന്റർടൈൻമെന്റ്, ഈ ഒരു ഇന്റർവ്യൂവിന്റെ അവസാനം ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും ആ ഇന്റർവ്യൂ ഫുള്ള് കാണാതെ കുറച്ച് ഭാഗം കണ്ട് കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്ത് കൊടുവാളെടുത്ത് പോകുന്ന കുറച്ച് വെടലുകളുണ്ട് ഇവിടെ. അവരോടെ ഞാൻ ഈ പറയണേ, ഒരു പെണ്ണ് കാലുമ കാല് വെട്ടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അഹങ്കാരം, ഒരു പെണ്ണ് സ്പോട്ട് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജാട. എന്താലേ, എന്ത് സമൂഹമാണ് നമ്മുടെ? എന്തായിക്കൂടെ? പുരുഷന്മാർക്ക് മാത്രമേ അതൊക്കെ പറയാനും സംസാരിക്കാനും തగ్గടിക്കാനും പറ്റുള്ളൂ, സ്ത്രീകൾക്ക് എന്തായിക്കൂടെ? നമ്മുടെ കേരളത്തില്, നമ്മുടെ ഫിലിം മേഖലയിൽ അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിൽ ഇതുപോലത്തുള്ള സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് സന്തോഷിച്ച് അഭിമാനിക്കല്ലേ വേണ്ടേ? അല്ലാണ്ട് അതിൽ നിന്നും നുള്ളിപ്പെറുക്കി എടുത്ത് കുരു പൊട്ടി ഇങ്ങനെയൊക്കെ നെഗറ്റീവ്സ് ഒക്കെ അടിച്ച് നടക്കുന്ന കുറെ വെട്ടലുകളോട് എനിക്ക് എന്താ ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. ആ ഇന്റർവ്യൂയുടെ അവസാന ഭാഗം കൂടി നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതൊക്കെ എല്ലാവരും റിയാക്ട് ചെയ്ത കാര്യമാണ്, പക്ഷെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ബിക്കോസ് നിഖില എൻ്റെ നാട്ടുകാരി കൂടിയാണ്, കണ്ണൂരുകാരി കൂടിയാണ്, അതുകൊണ്ട് പറയണതല്ല. ഓക്കെ.
ഇതൊക്കെ ഇവൻ ചോദിച്ച് മേടിച്ചാണ് ഇവന്റെ ആഗ്രഹമായിരുന്നു. അല്ലല്ല, എനിക്ക് അല്ല, നമ്മുടെ ഓഡിയൻസ് അറിയാം ഫണ്ണാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലാതെ മസിൽ പിടിച്ചിട്ട് അതെ ഇന്ന് നമ്മളോടൊപ്പം പക്ഷെ എന്താണെന്നറിയോ, എന്താ പ്രശ്നം അല്ല, അവര് വിചാരിക്കും നമ്മള് ഞങ്ങള് കളിയാക്കാണെന്ന് വിചാരിക്കും. അത് അതിനെ ഞങ്ങൾ എങ്ങനെ കണ്ടോ, ഇത് അവൻ ചോദിച്ച് മേടിച്ചാണ്. ഇതിനു മുന്നേ അവൻ പറഞ്ഞാണ് എന്നെ ഒന്ന് വൈറലാക്കി തരണം, ഒന്ന് എന്റർടൈൻമെന്റ് ആക്കണം, ഫണ്ണാക്കണം, അതിനു വേണ്ടിയുള്ള എല്ലാ ഐഡിയാസ് നിങ്ങൾ പ്രയോഗിക്കണം എന്നൊക്കെ ഓ ഏറ്റു വാങ്ങിച്ചതാണ്. ഇതൊന്നും കാണാതെ ഫസ്റ്റ് മാത്രം കണ്ടിട്ട് കുറെ എണ്ണം കുണച്ചിട്ട് അങ്ങ് പോയി. എന്നിട്ട് അതെടുത്ത് റിയാക്ട് ചെയ്യാൻ കുറെ ടീംസും അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താലേ നിഖില, യു ആർ പെർഫെക്റ്റ്, കീപ്പ് ഗോയിങ് വെല്. നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കൂടുമ്പോൾ ഇതുപോലത്തെ നെഗറ്റീവ്സ് കുറച്ച് വരും. ആ നെഗറ്റീവ്സ് പിന്നീട് അത് മാറും. പണ്ട് പൃഥ്വിരാജിനെ കണ്ടിട്ടില്ലേ? പൃഥ്വിരാജിനെ ഇതുപോലെയായിരുന്നു, അവൻ അഹങ്കാരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ അതേ സൊസൈറ്റിയാണ് ഇപ്പം പൃഥ്വിരാജിനെ തലയിൽ കൊണ്ട് നടക്കണേ. മനസ്സിലായില്ലേ? ഇതുപോലെ ഫസ്റ്റ് തുടക്കത്തിൽ കുറച്ച് ഇതൊക്കെ കാണും, അതൊക്കെ പിന്നെ മാറി മറിയും. പക്ഷെ നിങ്ങളിപ്പോൾ പോകുന്ന വഴി പെർഫെക്റ്റ് വേ, പെർഫെക്റ്റ് സ്കിൽസ്, പെർഫെക്റ്റ് പെർഫോമൻസ്, എവറിത്തിങ് ഇസ് ഗുഡ്. സോ ഇതുപോലെ മുന്നോട്ട് പോവുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പറയാനുള്ളത് പറയുക, ചോദിക്കാനുള്ള ചോദിക്കുക, അറിയാനുള്ള അറിയുക. ഇതുപോലെ കാലും വെച്ച് ഇരിക്കുക. നോ പ്രോബ്ലം ഗൈസ്, നോ പ്രോബ്ലം. നിഖില, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത്രയേ ഉള്ളൂ.